ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചക്കയുടെ ഉണ്ടാക്കാവേ. വരിക്കച്ചക്ക പകുതി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല പഴുത്തതാണ്. അപ്പം നമുക്ക് ഒരട ഉണ്ടാക്കാം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കുരുവെല്ലാം മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ലേറ്റായിപ്പോയി, രാത്രിയായിപ്പോയി. ഇനി നമുക്കിത് അരച്ചെടുക്കാവേ. മിക്സിയുടെ ജാറിലിട്ട് അരച്ചു. ഇനി അതിൻ്റെ 2-3 കഷ്ണം ഏലക്കായും കൂടി ഇടുക. അത് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്, ചക്ക അരച്ചത്, പിന്നെ ഒരു വലിയ മുറി തേങ്ങ തിരുമിയത് അത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ കല്ലും അഴുക്കൊക്കെ പോകുമ്പോൾ അരിച്ചെടുക്കും. പാനിയാക്കിയിട്ട് അരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് അത് ഒരു സ്പൂണും കൊണ്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇനിയിപ്പോൾ വാഴയിലോട്ടത് പരത്തിയെടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിന് തട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം നമുക്ക് അതുപോലെ പരത്തിയെടുക്കാം. ശർക്കരപ്പാനിയുടെ ബാലൻസ് ശകലം ഉണ്ടായിരുന്നു, അതിൽ കൈമുക്കിയാണ് പരത്തുന്നത്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ആവിയിൽ വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അട ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് അറിയാം. അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.